നിറവിലേക്ക് സ്വാഗതം. നീ സ്വർഗത്തിൽ 3-ാം തട്ടുവരെ ഉയർത്തപ്പെട്ടാലും നിനക്ക് പരസ്നേഹമില്ലെങ്കിൽ നീ ഒന്നുമല്ല. വിശുദ്ധ അൽഫോൻസാമയുടെ വാക്കുകളാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. ജോബിൻ്റെ അതിമനോഹരമായ ഗാനം കേട്ട് നമുക്ക് തിരിച്ചു വരാം. ഹല്ലേലൂയ ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം സ്വർലോകത്തിൻ നാഥാ നിൻ നാമം. നിർലീനാത്മാവായി നിന്നെ ധ്യാനമാർന്നു ഞാൻ, ഉള്ളിനുള്ളിൽ നിന്നെ തേടും. കനൽ പോലെയാം മണ്ണിൽ കഴൽ പൊള്ളി വീഴുമ്പോൾ കുളിർമേഘമായി കരുണാമൃതം തൂകുകിന്നാഥ. ഹല്ലേലൂയ ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം സ്വർലോകത്തിൻ നാഥ നിൻ നാമം. അല്ലിൽ നീയേ ലോചനം, അല്ലൽ നീക്കും സാന്ത്വനം. നീയേ ദീപം ദീപ്തിയും, നീയേ കണ്ണും കാഴ്ചയും. ശിശിരത്തിലെ ഇളവെയിലു പോൽ തഴുകാവു നീ എന്നെ. ഞങ്ങൾ പാടും ഗീതികൾ വിണ്ണിൽ പാറും പ്രാവ് പോൽ നിന്നെ തേടുന്നു. ഷാരോൺ താഴ്വാരത്തിലെ റോജാപ്പൂക്കൾ പോലവേ ഈ ആത്മാവിൻ നോവുകൾ ദേവാദേദിക്കുന്നിത. പനിനീരിനാൽ കഴുകുന്നിത പദതാരുകൾ നാഥ. തേടും ഞങ്ങൾ നിൻ വഴി, കാതിൽ കേൾപ്പൂ നിൻ മൊഴി, കാണോ നിൻ രൂപം. ഹല്ലേലൂയ ഹല്ലേലൂയ പാടി
സ്വർലോകത്തിൻ നാഥാ നിൻ നാമം. തോട്ട്സ് ഫോർ ലൈഫിൽ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തുന്നത് ഫാദർ സിറിയക് കോട്ടയിലാണ്. ഭക്ഷണത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ചിന്ത. ഭക്ഷണം കഴിക്കാതെ ഒരു ജീവിക്കും നിലനിൽക്കാൻ പറ്റില്ല, വളരാൻ പറ്റില്ല. ഈ ഭൂമിയിലെ സർവ്വജീവജാലങ്ങളും ഭക്ഷണം കഴിച്ചാണ് വളരുന്നതും നിലനിൽക്കുന്നതും. മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങളും ഇര തേടുന്ന ഒട്ടേറെ ജീവികളും ഈ ഭൂമിയിലുണ്ട്. എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിവിധ പ്രായത്തിലുള്ള ആളുകളിൽ നിന്ന് വിവിധ ഉത്തരങ്ങൾ വരും. എന്തിനാണ് ഭക്ഷിക്കുന്നത് എന്ന് ഞാനൊരു കുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ ആ കുട്ടി എന്ത് പറയും? വിശപ്പ് പോകാനാണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിശപ്പ് അകറ്റാനാണ് ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ രുചി അനുഭവിക്കാനാ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ശാസ്ത്രീയമായി പറഞ്ഞാൽ ഭക്ഷണം ഒരാൾ കഴിക്കുന്നത് ഊർജം കിട്ടാനാണ്, എനർജി കിട്ടാനാണ്. ഈ ഊർജം എന്തിനാണ്? പ്രവർത്തിക്കാനാണ്. അതുകൊണ്ടാണ് ഭക്ഷണം നേരാം വണ്ണം കഴിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം ക്ഷയിക്കും. വൈദ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, നമ്മുടെ പ്രധാനപ്പെട്ട മരുന്ന് ഭക്ഷണം തന്നെയാണ്. ഭക്ഷണക്രമത്തിൽ ഉണ്ടാകുന്ന ആ കുറവുകളാണ് പലപ്പോഴും അനാരോഗ്യത്തിന് കാരണമായി തീരുന്നത്. അപ്പോൾ ഭക്ഷണം, ജലം, വായു ഇവയെല്ലാം നമുക്ക് ഊർജം നൽകുന്നതാണ്. ഇതുപോലെ തന്നെയാണ് വിദ്യുച്ഛക്തിയും, ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗങ്ങൾ പലതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായ രീതികളാണ് അതിനുള്ളത്. പക്ഷെ ഇപ്പോൾ സൗരോർജത്തിൽ നിന്നും വിദ്യുച്ഛക്തി ഉൽപ്പാദിപ്പിക്കാനുള്ള വഴികളായി. അത്തരത്തിൽ ഉള്ള പ്ലാന്റുകളൊക്കെ വിവിധ സ്ഥാപനങ്ങളിലുണ്ടല്ലോ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഊർജം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തെ ഊർജ്ജസ്വലമാക്കാൻ, അവൻ്റെ ജീവിതത്തെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കാൻ അവന് ലഭിക്കേണ്ടുന്ന ഊർജം പ്രധാനമായും അവൻ സ്വീകരിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. ഈ ഒരു ഊർജം സ്വീകരിക്കാതെ പോകുമ്പോൾ അവിടെ പ്രവർത്തനം നിലയ്ക്കും. ഞാൻ വിദ്യുച്ഛക്തിയെക്കുറിച്ച് പറഞ്ഞല്ലോ. എത്രയോ സ്ഥാപനങ്ങളിലാണ് വിവിധ യന്ത്രങ്ങൾ ഈ വിദ്യുച്ഛക്തി കൊണ്ട് പ്രവർത്തിക്കുന്നത്. ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ്, ഏതൊക്കെ വീടുകളിലാണ് ഈ വിദ്യുച്ഛക്തി കൊണ്ട് വിവിധ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്? ഒരു ദിവസം കറണ്ട് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാ. കാരണം എല്ലാം നിശ്ചലമാകും. ഇന്ന് ഏതാണ്ട് നമ്മുടെ പല കാര്യങ്ങളും നടന്നു പോകുന്നത് ഈ വിദ്യുച്ഛക്തി ഉള്ളത് കൊണ്ടാണ്. സൗരോർജത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. വൈറ്റമിൻ ഡി ലഭിക്കുന്നത് ഈ സൗരോർജത്തിൽ നിന്നാണ്. അതിൻ്റെ കുറവ് മൂലം ചിലർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. അതുകൊണ്ട് പ്രത്യേക ഗുളിക അതിനുവേണ്ടി കഴിക്കുന്ന ആളുകളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വാഭാവികമായും ദൈവമക്കളെന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയണം.
ഓരോ മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ തുടർച്ച നിർവഹിക്കേണ്ടവനാണ്. എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളൊരു വിചാരം നമുക്കുണ്ടോ? അതായത് സൃഷ്ടി തുടരേണ്ടതാ. വിവിധ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാഴ്ചപ്പാടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സൃഷ്ടി എന്ന് പറയുന്നത് തുടരേണ്ടതാണ്. അതായത് പുതിയ കണ്ടെത്തലുകളിലൂടെ, പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ, പുതിയ കൃഷിയിലൂടെ, ഉൽപ്പന്നങ്ങൾ പുതുതായി ഉണ്ടാക്കുന്നതിലൂടെ ഒക്കെ സൃഷ്ടി തുടരുകയാണ്. പക്ഷേ ഈ സൃഷ്ടി തുടരാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, ഈ ദൈവിക സ്വഭാവം നിലനിർത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഊർജം ദൈവത്തിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതുണ്ട്. ഈ ഊർജം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, പ്രാർത്ഥന. ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവനില്ലാത്തവനായി, പ്രവർത്തനം നിലച്ചവനായി, നിരാശ്രയനായി പോകുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാന കാരണം ദൈവത്തോടുള്ള ബന്ധമില്ലായ്മയും ദൈവത്തിൽ നിന്ന് സ്വീകരിക്കേണ്ട ഊർജം സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ പൂർവികരെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു. വിവിധ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സായാഹ്നത്തിലുള്ള, സന്ധ്യയിലുള്ള പ്രാർത്ഥന, സന്ധ്യാനമസ്കാരം, ജപം, ഇതൊക്കെ പ്രധാനപ്പെട്ടതായിരുന്നു. അത്തരത്തിൽ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ഈ വേദഗ്രന്ഥങ്ങൾ വായിക്കുക എന്നുള്ളത്. സ്വന്തം മതവിശ്വാസത്തിലുള്ള വേദഗ്രന്ഥം മാത്രമല്ല, പല കുടുംബങ്ങളിലും വിവിധ മതവിശ്വാസികളുടെ വേദഗ്രന്ഥങ്ങൾ വായിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം അവർ ശക്തി ആർജിച്ചിരുന്നു. പക്ഷേ ഇന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് മാറിപ്പോകുന്നത് അപകടകരമായ സൂചനയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാറി വരുന്ന ആ വ്യതിയാനങ്ങൾക്കനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാനും മാറി വരുന്ന ലോകത്തിൽ വേണ്ടുന്ന മാനസിക അവസ്ഥ രൂപപ്പെടുത്താനും അവന് കഴിയാതെ പോകുന്നത് ഈ ഊർജം അവൻ സ്വീകരിക്കാതെ പോകുന്നത് കൊണ്ടാണ്. ഇതിനോട് ബന്ധപ്പെട്ട് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് വിശുദ്ധ വിയാനിയുടെ ജീവിതത്തിലെ ഒരു അനുഭവ കഥയാണ്. വിശുദ്ധനായ വിയാനിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ വിയാനിയച്ചൻ നന്നായി പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. പക്ഷേ പ്രാർത്ഥനയുടെ പാഠം മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ദിവസം അദ്ദേഹം തൻ്റെ പള്ളിക്ക് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ നടന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പലപ്പോഴും അദ്ദേഹം കണ്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. തൻ്റെ ഇടവകയിൽപ്പെട്ട ഒരു കൃഷിക്കാരൻ സായാഹ്നമാകുമ്പോൾ പള്ളിയുടെ തുറന്നിട്ട ജനാലയിലൂടെ അകത്തെ സക്കറാരിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇയാളോട് ഇതെന്താ എന്ന് ചോദിക്കാമെന്ന് പലതവണ വിചാരിച്ചെങ്കിൽ പോലും വിയാനിയച്ചൻ ചോദിച്ചില്ല. എന്നാൽ ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ ദീർഘനേരം നിൽക്കുന്നത് കണ്ടിട്ട് ഇയാളോട് ഇതെന്താ കാര്യമെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തൻ്റെ പ്രാർത്ഥനയൊക്കെ തൽക്കാലം നിർത്തിയിട്ട് വിയാനിയച്ചൻ ഇയാളുടെ തോളിൽ തട്ടി വിളിച്ചു. ഇയാൾ പെട്ടെന്ന് അസ്വസ്ഥനായി. കാരണം അച്ഛൻ വന്ന് വിളിക്കുമെന്ന് വിചാരിച്ചില്ല. അച്ഛൻ ചോദിച്ചു, ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചപ്പോൾ ഈ കൃഷിക്കാരൻ തൻ്റെ വീടിൻ്റെ അവസ്ഥയും കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങളും മറ്റും പറയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഇടവകയിൽപ്പെട്ട ഒരു സാധാരണ കൃഷിക്കാരനാണ്. ഞാൻ അധ്വാനിച്ചാണ് എൻ്റെ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. രാവിലെ എൻ്റെ കൃഷിയിടത്തിലേക്ക് പോകുന്നത് കൊണ്ട് എനിക്ക് രാവിലെ പള്ളിയിലൊന്നും വരാൻ പറ്റുകയില്ല. പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. സന്ധ്യയ്ക്ക് പണിയൊക്കെ ഞാൻ നിർത്തി വരുമ്പോൾ പള്ളി അടച്ചിരിക്കും. പിന്നെ ഏക ആശ്രയം ഈ തുറന്നിട്ട ജനാലയാണ്. അപ്പോൾ ഈ വിയാനിയച്ചൻ അത്ഭുതത്തോട് ചോദിച്ചു, താങ്കളുടെ ചുണ്ട് അനങ്ങുന്ന ഒന്നും ഞാൻ കാണാറില്ലല്ലോ. ദേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വാ തുറന്ന് പ്രാർത്ഥിക്കുന്നു,
ചുണ്ടനക്കി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചുണ്ടനങ്ങുന്നത് പോലെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അച്ഛനെ പോലെ അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, ഞാൻ അങ്ങനെ പരിശീലിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ തുറന്നിട്ട ജനാലയിലൂടെ ഞാൻ അൾത്താരയിലേക്ക് നോക്കുമ്പോൾ ആ സക്രാരി എനിക്ക് കാണാം. ആ സക്രാരിയിൽ യേശു ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനങ്ങനെ സക്രാരിയിലിരിക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ടിരിക്കും. യേശു എന്നെ തിരിച്ചു നോക്കും. ഞങ്ങളങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ട് ഇരുന്ന് സമയം പോണത് അറിയത്തില്ല. ഇന്ന് ഞാൻ കുറേ നേരം അങ്ങനെ ഇരുന്നു. അന്ന് വിയാനിയച്ചൻ പ്രാർത്ഥനയുടെ ഒരു പാഠം പഠിച്ചെന്ന അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നത്. എന്താണ് പാഠം? പ്രാർത്ഥന നീ ദൈവത്തിലേക്ക് നോക്കുന്നതും ദൈവം നിന്നെ നോക്കുന്നതുമാണ്. പ്രാർത്ഥന നീ ദൈവത്തിലേക്ക് നോക്കുന്നതും ദൈവം നിന്നെ നോക്കുന്നതുമാണ്. യഥാർത്ഥത്തിൽ പ്രാർത്ഥനയിൽ ഇങ്ങനെ നോക്കുമ്പോൾ നീ ദൈവത്തെ, ശക്തിയുടെ ഉറവിടമായ ദൈവത്തെ നോക്കുമ്പോൾ സൂര്യനിൽ നിന്ന് കിരണങ്ങൾ എന്ന പോലെ നിന്നിലേക്ക് ഊർജം വരും. ഈ ഊർജമാണ് നമ്മെ പ്രവർത്തനക്ഷമതയുള്ളവരാക്കി മാറ്റുന്നത്. ഈ ഊർജമാണ് നമ്മെ പ്രവർത്തനക്ഷമതയുള്ളവരാക്കി മാറ്റുന്നത്. നമ്മുടെ പൂർവികരുടെ ജീവിതത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ പ്രിയമുള്ളവരെ, ഇത് പ്രധാനപ്പെട്ടതാണ്. അവരൊക്കെ പലതിനെ അതിജീവിച്ചത്, പല സാഹചര്യങ്ങളെയും അതിജീവിച്ചത് ഈ ഊർജം അവർക്കുണ്ടായിരുന്നതുകൊണ്ടാണ്. ഇന്ന് നാം പലപ്പോഴും ഇരുട്ടിലാ പ്രിയ സഹോദരങ്ങളെ. ഈ വിദ്യുച്ഛക്തി ബന്ധം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലാണ്. പലയിടങ്ങളിലും ഇരുട്ടായിരിക്കുന്ന അവസ്ഥ, പലരുടെയും മനസ്സുകളിൽ ഇരുട്ട് കടന്നുകൂടിയ അവസ്ഥ. നമുക്കറിയാം, അവിടെ ഒരാൾ തിരിവിച്ചാൽ പോലും വെളിച്ചം നൽകാൻ പറ്റും, ഒരു തിരുനാളം നൽകാൻ പറ്റും. അത് പ്രതീക്ഷയുടേതാണ്, അത് ദൈവത്തോട് ചേർന്നിരിക്കുന്നതിൻ്റെതാണ്. അതുകൊണ്ട് പരമ്പരാഗതമായി നമുക്ക് കൈമാറി വന്ന ഈ ഒരു ബന്ധം, സ്രഷ്ടാവിനോടുള്ള, ദൈവത്തോടുള്ള, ഈശ്വരനോടുള്ള ബന്ധം നമുക്ക് നിലനിർത്താം. അതുവഴി ആ വലിയ ശക്തി നമ്മിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ജീവിത അവസ്ഥകളിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ നമ്മുടെ ജീവിതത്തെ ഫലപ്രദമാക്കാം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ സൃഷ്ടിയുടെ തുടർച്ച നിർവഹിക്കാം. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം, ലോകത്തിലുള്ള സകല മനുഷ്യരെയും സംബന്ധിച്ചിടത്തോളം ആനന്ദകരമായി തീരും. ഇപ്പോൾ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ലോകം സൃഷ്ടിക്കാൻ എനിക്കും നിനക്കും സാധിക്കും. ഇപ്പോഴുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ലോകം സൃഷ്ടിക്കാൻ എനിക്കും നിനക്ക് സാധിക്കും. സ്രഷ്ടാവ് നിരൂപിച്ചാൽ മാത്രം അത് എളുപ്പമല്ല. സൃഷ്ടിയായ നീ സ്രഷ്ടാവിൽ നിന്ന് ഊർജം സ്വീകരിച്ച് സ്രഷ്ടാവിനോട് സഹകരിക്കുമ്പോൾ അത് എളുപ്പമായി തീരും. അതുകൊണ്ട് നിന്നിൽ ദൈവം സാധ്യതകൾ, അനന്തമായ സാധ്യതകൾ സൃഷ്ടിച്ചിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. നമുക്കതിനായി പ്രാർത്ഥിക്കാം. പോസിറ്റീവ് വൈബ്സിൽ പതിവ് പോലെ പുതിയ വീഡിയോയും പുതിയ ചിന്തയുമായി നിഷ ചേച്ചി റെഡിയാണ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഗോർഡൻ എന്ന പട്ടാളക്കാരൻ്റെ മകൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം തൻ്റെ അച്ഛൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു സ്ത്രീയെ തേടിയെത്തുകയാണ്. അവരെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിയത് എന്നതിനുള്ള ഉത്തരം തേടി. നമുക്ക് ആ വീഡിയോ കാണാം. His name is Gordon. He's my father. He was a soldier. While he was a prisoner of war, it was hell. He didn't believe there was goodness in the world anymore. And when the war ended, he changed. His faith returned. He dedicated his life to help other people. And on the day he died, he asked me
to come and find the person who changed him. What did you say to him? Oh. 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 You didn't say anything? പട്ടാളക്കാരനായിരുന്ന ഗോർഡൻ പിന്നീട് യുദ്ധ തടവുകാരനായി പിടിക്കപ്പെട്ടു. ക്രൂരമായ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഇരയായ അദ്ദേഹം ലോകത്തിൽ ഒരു നന്മയും അവശേഷിക്കുന്നില്ല എന്ന വിശ്വാസത്തിലേക്ക് വന്നു. നിരാശനായി, കഠിനനായി. പക്ഷേ യുദ്ധം അവസാനിച്ചപ്പോൾ അദ്ദേഹം പുതിയൊരു വ്യക്തിയായിരുന്നു. അനേകരെ സഹായിക്കുവാനായി ജീവിതം മാറ്റിവെച്ചു. നന്മയിലുള്ള വിശ്വാസം അദ്ദേഹം വീണ്ടെടുത്തിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഈ മാറ്റത്തിന് വഴിവെച്ചത് ഒരു സ്ത്രീയാണെന്നും അവരെ കണ്ടുപിടിക്കണം എന്നും തൻ്റെ മരണ ദിവസം അദ്ദേഹം തൻ്റെ മകളോട് ആവശ്യപ്പെടുന്നു. ആ ആവശ്യപ്രകാരമാണ് മകൾ സ്ത്രീയെ തേടി എത്തുന്നത്. എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ജീവിതം മാറ്റിയത്? എന്താണ് നിങ്ങൾ എൻ്റെ പിതാവിനോട് പറഞ്ഞത് എന്നാണ് മകൾ അവളോട് ചോദിക്കുന്നത്. ഇതിനുത്തരമായി ഒരു വാക്കുപോലും പറയാതെ അവളുടെ കരം തൻ്റെ കൈകളിലെടുത്ത് ചേർത്ത് വെക്കുകയാണ് ആ സ്ത്രീ ചെയ്യുന്നത്. പീഡിതനായി നിലത്ത് വീണ് കിടന്ന് സഹായം അഭ്യർത്ഥിച്ച ഗോർഡനെ അയാളുടെ കരങ്ങൾ തൻ്റെ കരങ്ങളിൽ ചേർത്ത് വെച്ച് നിശബ്ദയായി ഇരിക്കുക മാത്രമാണ് അവർ ചെയ്തതത്രേ. വല്ലാതെ നൊമ്പരപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് വേണ്ടത് കൂടെയിരിക്കുന്ന ഒരു സാന്നിധ്യമാണ്, സ്നേഹത്തിൻ്റെ ഒരു സ്പർശമാണ്. പൊള്ളയായ അനേകം വാക്കുകളേക്കാൾ ശക്തിയുണ്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്ന കൂടെയിരിക്കുന്ന ഒരു സാന്നിധ്യത്തിന്. വല്ലാതെ നൊമ്പരപ്പെടുന്ന എത്ര പേരെയാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുമുട്ടാറ്? എത്ര പേരാണ് നമ്മളോട് ഫോൺ വിളിച്ച് സംസാരിക്കാറുള്ളത്? അവർ പ്രതീക്ഷിക്കുന്നത് വാക്കുകളേക്കാൾ മനസ്സിലാക്കപ്പെടുന്നു എന്നുള്ള തോന്നലിലാണ്. നിശബ്ദമായി കൂടെയിരിക്കുന്നതും കൂടെ നടക്കുന്നതും ചേർത്ത് പിടിക്കുന്നതുമാണ് വാക്കുകളേക്കാൾ ഏറെ ശക്തം. അതിനാണ് ഹൃദയങ്ങളെ സാന്ത്വനിപ്പിക്കാനും സുഖപ്പെടുത്താനും മാറ്റങ്ങൾ വരുത്താനും കഴിവുള്ളത്. നീ സ്വർഗത്തിൽ 3-ാം തട്ടുവരെ ഉയർത്തപ്പെട്ടാലും നിനക്ക് പരസ്നേഹമില്ലെങ്കിൽ നീ ഒന്നുമല്ല. വിശുദ്ധ അൽഫോൻസാമയുടെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിറവയോടെ അവസാനിക്കുകയാണ്. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. തിങ്കളാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുക. അതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർമ്മിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിറവിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഷാലോൺ ടെലിവിഷന്റെ പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുക. ഫോൺ 9605818881.